ഊഹകൾക്കും അപ്പുറം പകലെത്ര വേഗം എങ്ങു മാഞ്ഞു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ചായ? എന്താ ചങ്കത്ത ചവിട്ടിയത്. നല്ല സുന്ദരിയാണല്ലോ. അനൗൺസ്മെന്റ് വന്നു തുടങ്ങി. ഇനി നമ്മുടെ പയ്യെ എങ്ങനെ ഉരുണ്ടു തുടങ്ങും. ഇനിയിപ്പോ ഇവര് പോണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമോ അതോ? ഞാൻ വിശന്നിരിക്കും. ഇതിങ്ങനെ ഉണ്ടായാലേ തന്നെ ഞാനിത് ഈ കാഡ്ബറീസാന്ന് പറഞ്ഞാൽ തിന്നാൻ തന്നെ. റിയാസ് ഖാൻ അങ്ങോട്ട് പോയി കേട്ടോ. ഇനിയെങ്കിലും ഫ്ലൈറ്റ് മിസ്സാവരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ്. സുബി സുരേഷ് ഒഫീഷ്യൽ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. വഴിയെ ആ സന്തോഷം പങ്കുവയ്ക്കാം കേട്ടോ. മാസ്ക് വയ്ക്കട്ടെ, വരൂ. അപ്പോൾ കുറേ എന്താ പറയുക, നാളുകൾ ഒരു 2 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കൊച്ചി എയർപോർട്ടിൽ ഇന്ദുചൂടിയും കൂടി ഇടവേളയ്ക്ക് ശേഷം കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്. ഒരു നല്ല ഒരു സംരംഭത്തിന്, ഒരു അവാർഡ് നൈറ്റിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ ബിനിച്ചേട്ടൻ വിളിച്ചു. ബിനിച്ചേട്ടനുണ്ട്, ലാൽ ബാബു വാ. നമ്മൾ 3 പേരും കൂടി 3 മെൻ ആർമിയാണ്. അധികം പേരൊന്നുമില്ല. ഒരു എന്നെ ഫീമെയിൽ ആയിട്ട് ആരും കൂട്ടാറില്ലെന്നേ, ഇപ്പോഴും കൂട്ടാറില്ല. അതെ, കൂട്ടിയിട്ടുമില്ല. അതുപോലെ ഞങ്ങൾ 3 പേരും കൂടി ഒരു വലിയ, അതായത് സൗത്ത് ഇന്ത്യൻ അവാർഡ് നൈറ്റിൽ 2 സ്കിറ്റ് കളിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കുറേ, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇത്. സത്യം പറഞ്ഞാൽ ആ സന്തോഷത്തിൽ ഇന്നലെ സ്കിറ്റൊക്കെ റെക്കോർഡ് ചെയ്തെങ്കിലും ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല കേട്ടാ ഈ എക്സൈറ്റ്മെന്റില്. ലാലു ഒക്കെ അവിടെ നിന്ന് നേരിട്ട് വരുന്നു. അതെ, സ്കിറ്റ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ട് നേരിട്ട് വരുവാ ചെയ്തേക്കുന്നത്. ഞാനാണെങ്കിൽ വീട്ടിൽ പോയി, പക്ഷെ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ചെറിയ പെട്ടി പാക്ക് ചെയ്യാൻ, ഈ ചെറിയ പെട്ടി പാക്ക് ചെയ്യാൻ കോമഡി ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ എടുക്കാലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് താരങ്ങൾ നമ്മൾ കൈ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പകർന്നു കൊടുക്കാലോ കോമഡി. അപ്പം എന്ന് വിചാരിച്ച് ഞങ്ങളിതേ കൊച്ചി എയർപോർട്ടിൽ വെളുപ്പിന് 3:30 മണിക്ക് എത്തി നിൽക്കുകയാണ്. ഒരു പോളെ കണ്ണടയ്ക്കാതെ വന്നിരിക്കുകയാണ്. ഇന്നലെ പോലും ഇന്ന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ സത്യം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പയ്യെ ഒന്ന് ചെക്കിങ് ചെയ്യട്ടെ കേട്ടോ. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടിക്കറ്റും പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് വേണ്ടല്ലോ, നമുക്ക് ആധാർ കാർഡൊക്കെ മതിയല്ലോ. ഡൊമസ്റ്റിക് അല്ലേ? ഞാൻ ആധാർ കാർഡ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ലാൽബാബുവിൻ്റെ അടുത്താണ്. എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ പാസ്പോർട്ടിന് പകരം ഗ്യാസിന്റെ മറ്റേ ബുക്ക് കൊടുത്ത പാസ്പോർട്ട്, നിന്റെ പാസ്പോർട്ട് എടുക്കുന്നത് ഗ്യാസിന്റെ ബുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. അത് ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ആയതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ എടുത്തു. കരുനാഗപ്പള്ളി എന്നൊക്കെ വന്നേച്ചാണ് ഗ്യാസിന്റെ ബുക്കുമായിട്ട് വന്നേക്കുക. എന്ത് ചെയ്തേനെ? അപ്പൊ ഞങ്ങള് ഇവിടുന്ന് തന്നെ തുടങ്ങി കേട്ടോ. ഇവിടെ ഞങ്ങൾ പതുക്കെ തുടങ്ങുക. അപ്പൊ ഞങ്ങളുടെ അതെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയത്താണോ മാസ്ക് വെക്കാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നത് എന്നൊന്നും ചോദിക്കരുത്. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണ് സത്യം പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴേ ആരുമായിട്ട് സമ്പർക്കമില്ലാതെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒന്ന് മാസ്ക് മാറ്റിയെന്നുള്ളൂ. അതെ, ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാവരും നെഗറ്റീവാണ്. RT-PCR ചെയ്ത് ഇന്നലെ റിസൾട്ട് കിട്ടി. ഞങ്ങളെല്ലാവരും നെഗറ്റീവാണ് എന്നറിഞ്ഞതിന് ശേഷമൊക്കെ വളരെയധികം നല്ല രീതിയിൽ കയ്യിൽ സാനിറ്റൈസറും എല്ലാം ആയിട്ട് മാസ്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ പയ്യെ അകത്തേക്ക് കയറി ചെക്കിങ് ചെയ്യട്ടെ. ചെക്കിങ് ചെയ്യുന്നത് എടുക്കാം നമുക്ക് ഇനി, അല്ലേ? അതെ, നമുക്ക് ഉരുട്ടി തുടങ്ങാം. വേണ്ട, ഉരുട്ടാൻ പണ്ടേ ഞാൻ മിടുക്കിയായതുകൊണ്ട് എനിക്ക് ഉരുട്ടാൻ ആള് വേണ്ട. സൈമ അവാർഡ് നൈറ്റ്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാർസും വരുന്ന, എല്ലാവരും പെർഫോം ചെയ്യുന്ന ഒരു സൈമ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾക്ക് ഒരു 2 വർഷത്തിന് ശേഷം ഒരു ചാൻസ് ഇട്ടിരിക്കുന്നത്, അല്ലേ ലാൽ ബാബു? തീർച്ചയായിട്ടും. ലാലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 2 സ്കിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ റെക്കോർഡിങ് നടക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് വന്നിട്ട്, രാത്രിയിൽ മെസ്സേജ് വന്നിട്ട് പ്ലീസ് വിസിറ്റ് എന്ന് കേൾക്കും. ഞാനത് പോസിറ്റീവ് എന്നാണ് ഞാൻ വായിച്ചത്. ദൈവമേ, തകർന്നല്ലോ എന്നോർത്ത് ഞാൻ ആകെ വെട്ടി അങ്ങ് വേർത്തു. അതിനുശേഷം ഞാൻ ധൈര്യം സംഭരിച്ച് ഒന്നോടെ മെസ്സേജ് ശരിക്കും നോക്കിയപ്പോഴാണ് നെഗറ്റീവ്. പ്ലീസ് വിസിറ്റ് എന്നാണ്. കോമഡി പറഞ്ഞ പതുക്കെ ലാൽബാബു ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഓടണോ
അതോ നടന്നു പോകണമെന്നുള്ള രീതിയിൽ എന്നെ പേടിക്കണ്ട, നെഗറ്റീവ് എന്ന് എഴുതിയേക്കണം. ഞാൻ പിന്നെ കാണിച്ചു കൊടുത്തു. അവൻ കാണിച്ചു തന്ന സാധനം ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ നോക്കിയതിന് ശേഷമാണ് അവന് മനസ്സിന് സമാധാനം ഉണ്ടായത്. അതെ അതെ അതെ. അപ്പോൾ എന്താണെങ്കിലും വളരെ സന്തോഷത്തോടെ നെഗറ്റീവ് റിസൾട്ടോടുകൂടി പോസിറ്റീവ് എനർജിയോടുകൂടി ഞങ്ങളുടെ ഹൈദരാബാദിലേക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അതെ, അതത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് കിടക്കാം. ഇവിടെ കൗണ്ടറിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു. നല്ല വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ മൂന്നുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ ചേട്ടാ വരും. അതുകൊണ്ട് വെബ് ചെക്ക് ഇൻ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഞങ്ങളെ ആൻസി എന്ന് പറയുന്ന ഒരു സുന്ദരി കുട്ടി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻസി ഒന്നും ചെറുതായിട്ടൊന്ന് മാസ്ക് മാറ്റുമോ? ആൻസി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് വെബ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ഞങ്ങൾ ലഗേജ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് 4 പേരുടെയും കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആൻസി താങ്ക് യു സോ മച്ച്. ഓക്കെ ആൻസി, ഞാനും കൂടി ഫോട്ടോ ഒക്കെ എടുത്തേ. ആൻസി താങ്ക് യു സോ മച്ച്. ഇനി എന്താ ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഉള്ളത്? ഒന്നുമില്ല. മറ്റേ ബോർഡിംഗ് പാസ് കിട്ടിയില്ല നമുക്ക് 4 പേരെ. ഞങ്ങളുടെ 4 പേരുടെയും ബോർഡിംഗ് പാസ് കിട്ടി. ഇത് ബിനു ചേട്ടൻ്റെ ബോർഡിംഗ് പാസ്, ഇത് ലാൽ ബാബുവിൻ്റെ ബോർഡിംഗ് പാസ്, ഇത് GKS നായരുടെ ബോർഡിംഗ് പാസ്, ഇത് സുബി സുരേഷിൻ്റെ ബോർഡിംഗ് പാസ്. ലാൽ ബാബു വാ വാ. ഇതെല്ലാം ഞങ്ങൾ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് വെറുതെ ഇരുന്നു. വരും നാൻസിക്കുട്ടി വരും. ഞങ്ങൾ ഇതെല്ലാം ശരിയാക്കി തന്നത് നമ്മുടെ സ്വന്തം നാൻസിക്കുട്ടിയാണ് കേട്ടോ. ഇതെല്ലാം എനിക്ക് നാൻസിയോട് എന്നേ പറയാനുള്ളൂ. ലാലേട്ടൻ പറഞ്ഞാൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നില്ല യാന്ത്രികമായിട്ട്. അതെ. ഫോൺ നമ്പർ ചോദിച്ചപ്പോഴത്തേക്ക് നാൻസിയോട് ചേട്ടൻ പറഞ്ഞു ഫോൺ നമ്പർ തരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തെന്ന് പറഞ്ഞു. നാൻസി പറഞ്ഞു വിളി പ്രതീക്ഷിക്കുക വേണ്ടെന്ന്. രാവിലെ 3:45 4 മണിക്ക് മനസ്സ് തുറന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ. നാൻസിക്ക് എന്നെ ഉയർത്താൻ കഴിയുള്ളൂ. ആൻസി അത് തന്നെ. സോറി കേട്ടോ, സോറി ആൻസി. എന്താണെങ്കിലും വളരെ നൈസ് ആയിട്ടുള്ള നാൻസി തന്നെ. വീണേർ തീർന്ന് ഉരുള എന്നൊക്കെ പറയും. 3:45 മണി ഉറങ്ങാതെ വന്നിരിക്കുന്ന ആ കുട്ടി, അതുകൊണ്ട് പറ്റിപ്പോയതാ. അപ്പോൾ താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു ചേട്ടാ. നമുക്കൊരു പാട്ട് കാച്ചിയാലോ? ഏതാ? പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം പകൽ ഇത്ര മേഘമെന്നു വാഞ്ഞു പോയി, ഇങ്ങനെ കുറുക്കുമിട്ട് നെഞ്ചകം ഇത്ര വേഗമെങ്ങു വാഞ്ഞു പോയി, നീല നവസിൻ എന്ന് താരകക്കുടം കാവുകൾക്കുമപ്പുറം പകൽ ഇത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. നമുക്ക് 2 സ്റ്റെപ്പ് വെച്ചതങ്ങ് പാടിയിട്ടുണ്ടെങ്കിലോ. നമ്മൾ എസ്കലേറ്ററിൽ നിൽക്കുമായിരുന്നു, നമുക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. പിച്ചകൾക്കുമപ്പുറം പകൽ എത്ര വേഗമെങ്ങു മാഞ്ഞു പോയി, പിച്ചകത്തുറുക്കുമിട്ട് നെഞ്ചകം ഇത്ര വേഗമെങ്ങു മാഞ്ഞു പോയി, ഇന്ന് താഴെക്കുടം. എന്താണെങ്കിൽ താഴെക്കൂടം ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്ത് ഞങ്ങൾ ഈ 2 ചക്രക്കൂടത്തിൻ്റെ ഒപ്പം ഈ താഴെക്കൂടം ഉണ്ട്. അത് തന്നെ. നമ്മുടെ ഗേറ്റ് നമ്പർ 7 മുകളിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഹയർ ലെവലാണ് മൊത്തത്തിൽ തന്നിരിക്കുന്നത്. ഞാൻ മുകളിലേക്ക് പോകണേ. അപ്പോൾ ഞങ്ങൾ ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചു. ഈ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കോഫി കുടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അല്ലേ. കോഫിയുടെ മണം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വന്നാലും കോഫി ഓർഡർ ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാത്തതുകൊണ്ട് ഇവർ 2 പേരും ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 കോഫി, ഒരെണ്ണം വിത്തൗട്ട്, ഒരെണ്ണം വിത്ത് ഗെറ്റ് ഔട്ട്. 360 രൂപ 2 കാപ്പിക്ക്. ഈശ്വര, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് തന്നല്ലേ. ചേട്ടന് പോക്കറ്റ് കാര്യമായില്ലല്ലോ. ഇവർ വെച്ചേക്കണ തൊപ്പി കടിച്ച് പെൻചേട്ടൻ ചായ അടിക്കുന്നു. വേണ്ട ഒന്നും വേണ്ട. വീണ്ടും ഒരു ദിവസത്തെ ഭക്ഷണത്തിന്. ഒരു മാസം ചായ കുടിക്കും 360 രൂപയ്ക്ക്. ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോവുകയാണെങ്കിലും ചേട്ടാ കൊടുത്ത കാശ് മുതലാക്കിയിട്ട് നമ്മൾ പോകാൻ പാടില്ല. കപ്പ് പോലും വീട്ടിൽ കൊണ്ടുപോകൊള്ളാം. പൈലറ്റിന് പോലും ഞാൻ തുള്ളി കൊടുക്കൂല. പൈലറ്റിന് പോലും ഒരു തുള്ളി കൊടുക്കൂലെന്ന്. കൊടുക്കൂല. പക്ഷെ എയർ ഹോസ്റ്റസ്മാർ ചോദിച്ചാൽ കൊടുക്കും. അതൊരു മുത്തം. എങ്ങനെ ഉണ്ടായിരുന്നു ചായ? എന്താ ചങ്കത്ത ചവിട്ടിയത്. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ അച്ഛനമ്മയും ചായ അടിക്കും.
ഈ ചായക്ക് എത്ര എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുടെ ഈ ചായക്ക് 500 കൊടുക്കണം. 500 കൊടുക്കണം ഒരു ചായക്ക്. പിന്നെ അതൊരു സൂപ്പർ ചായ. ആഹാ. അപ്പം എന്താണെങ്കിലും കയറട്ടെ, നമുക്ക് വേണ്ടി ഫ്ലൈറ്റ് വെയിറ്റിംഗ് ആണ്. 500 രൂപ അടിക്കുന്നു. ലാൽബാബിൻ്റെ വീടിൻ്റെ പരിസരത്തേക്കാണ് നമ്മൾ പോകുന്നില്ല. ഓക്കെ കമാൻ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. വരൂ, അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോണേ. താങ്ക് യു. ആ നിൽക്കണേ, കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള. ആഹാ നല്ല സുന്ദരിയാണല്ലോ. മാസ്ക് മാറ്റണ്ടായിരുന്നു, ഞാൻ അടിയിൽ പോയി. ആ വെയിറ്റൊക്കെ കുറച്ച് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് എന്താ സന്തോഷം എന്നറിയാം എനിക്ക്. എന്താ പേര്? ആദ്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റേ കൊച്ചുകുട്ടികളുടെ ഇത് അവതരിപ്പിക്കുമ്പോഴേ. കുട്ടിപ്പട്ടാളം. പിന്നെ അത് ഒത്തിരി മാറി. എന്താ പേരെന്താ? റീജ. റീജ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ കുറേ 2 വർഷം കൂടി ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അത് വ്ളോഗും ചെയ്യുകയാണ് ഞങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോൾ റീജ ചാച്ചാ ബൈ ബൈ. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഇതാ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് വലതുകാല് വെച്ചങ്ങ് പ്രാർത്ഥനയോടെ കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ ഉണ്ടാവണം അല്ലേ? അത് ഞങ്ങളുടെ പ്രോഗ്രാം നന്നാവാനായിട്ട്. ഇനി ഫ്ലൈറ്റിൽ വെച്ച് കുറച്ച് വിശേഷങ്ങൾ അതും ഇതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അന്നേരം നമുക്ക് മാസ്ക് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഞങ്ങൾ സാമൂഹ്യ അകലം പാലിച്ച് എല്ലാ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുന്നതായിരിക്കും. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബിനിച്ചേട്ടൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന കഥ എനിക്കൊന്ന് പറയാനുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയണം, ഇവിടെ നിന്ന് പറയണോ? അവിടെ കയറിയിട്ട് പറയാം കേട്ടോ. ആദ്യമായിട്ട് ഒരു കാറ്, ആദ്യമായിട്ടല്ല, കാറ് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു വമ്പൻ കാർ എടുത്തതിന് ശേഷം, ഫോർച്യൂണർ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയാം നമുക്ക്. ഓക്കെ കമാൺ. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഓ മലയാളിയാണോ? അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാമല്ലോ അല്ലേ? ക്രൂവിൻ്റെ അല്ല, അല്ലാതെ ഞങ്ങൾക്ക് വർത്താനമൊക്കെ പറയാമല്ലോ. ആദ്യം അധികാരം ഡിസ്റ്റർബ് ചെയ്യാതെ, മാസ്ക് ഒന്നും മാറ്റാതെ. മലയാളി ഉണ്ടോ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് മരിച്ചേനെ. ഈശ്വര വാ. അങ്ങനെ മിനിച്ചേട്ടാ, നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഒരുമിച്ച് സീറ്റ് ആയിരുന്നില്ല. പക്ഷേ മലയാളി എയർ ഹോസ്റ്റസൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ വ്ലോഗ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യത്തിന് മാത്രം മാസ്ക് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അനൗൺസ്മെൻറ്റ് വന്നു തുടങ്ങി. ഇനി നമ്മൾ പയ്യെ എങ്ങനെ ഉരുണ്ട് തുടങ്ങും. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാറിൻ്റെ കഥ പറയാം കേട്ടോ. നമുക്കിനി ടേക്ക് ഓഫ് എങ്ങനെയെന്നുള്ളതൊന്ന് പൊളിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കാണാം അല്ലേ? ഇനി പുറം കാഴ്ചകൾ, അതിനുശേഷം അകം കാഴ്ചകൾ കുറച്ചധികം ഉണ്ട് പറയാൻ. എന്നെ പൊളിച്ചടക്കുവാണ് ഈ വെറും വയറ്റിൽ. അതെ, വെറും വയറ്റ്. ചേട്ടൻ കാപ്പിയെങ്കിലും കുടിച്ചു, ഞാൻ കാപ്പി പോലും കുടിക്കാതെ വെറും വയറ്റിലിരിക്കുന്നത്. നല്ല കാപ്പിയായിരുന്നു, മുടി വരെ എഴുന്നേറ്റ് വന്നു, അത്രക്ക് കയ്പാ അല്ലേ? ഞാൻ കുടിച്ചു നോക്കിയതാ, എനിക്കറിയില്ല. ഓ, നമ്മൾ കോമഡി പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കയറ്റിയിട്ട് തന്നു കാപ്പി. നല്ല കടുപ്പത്തില് കട്ടൺ സോണിക്കാർക്കൊക്കെ കൊടുക്കണ പോലെ കയറ്റിയിട്ട് തന്നു. ഒരു ഇംഗ്ലീഷ് കോഫി സ്റ്റൈൽ അല്ലേ? ഭയങ്കരം. ഇത്ര രൂപ കൊടുത്ത് മേടിച്ചതായതുകൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും പാടില്ല, മധുരിച്ചിട്ട് തുപ്പാനും പാടില്ലാത്ത പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കി കളഞ്ഞു അല്ലേ? കൊള്ള വിലക്ക് കഷായം മേടിച്ചു കൊടുത്ത കാലത്ത് തന്നെ കൊള്ള വിലക്കല്ലേ. അപ്പൊ നമുക്കിനി പുറം കാഴ്ചകൾ കണ്ടതിന് ശേഷം ബാക്കി നേരത്തെ കഥ. ഓക്കെ.
ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ചേട്ടാ നമ്മൾ ഹൈദരാബാദ് ലാൻഡ് ചെയ്തു. ആണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഇവിടെ വന്ന് ഇടിച്ചു കുത്തി വീഴണാരി ഞങ്ങൾ ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ. സാധാരണ ഇതിനകത്ത് നിന്ന് കുറേ കഥയൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ വെളുപ്പിന് നേരമായതുകൊണ്ട് തീരെ ഇരുട്ടായിരുന്നു, എല്ലാവരും ഉറങ്ങുമല്ലേ, അപ്പോൾ ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കഥയൊന്നും പറയാതിരുന്നത്. ഇപ്പോഴും കണ്ടോ ലൈറ്റ് ഒന്നും ഇട്ടില്ല, ലൈറ്റൊക്കെ വന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. കഥകളൊക്കെ ഇനി ബാക്കിയാണ്. നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടാ, പക്ഷേ ഇരുട്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലാൻഡ് ചെയ്ത് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്താണ് കഥ പറയാൻ വേണ്ടി. ഫ്ലൈറ്റിലിരുന്ന് തന്നെ കഥ പറയുന്നത്. അതായത് ബെഞ്ചേട്ടൻ നേരത്തെ പല വണ്ടികളൊക്കെ എടുത്തിരുന്നു അല്ലേ, പല വണ്ടികൾ എടുത്തിരുന്നു. ലാസ്റ്റ് എടുത്തത് ഒരു ഫോർച്യൂണറാണ് ഇപ്പോൾ എടുത്തിരുന്നത് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് നാൾ വലിയൊരു വണ്ടി ഓടിക്കുമ്പോൾ, ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൈത്തഴക്കം വരണമല്ലോ. അപ്പോൾ മനോരമയിലൊരു ഷൂട്ട് വന്നു. ഭയങ്കര ഇതോടുകൂടി ഡ്രൈവറെ ഒന്നും വിളിക്കാതെ ഞാൻ തന്നെ പോകും ഫോർച്യൂണറും കൊണ്ടെന്ന് പറഞ്ഞ് ഫോർച്യൂണറായിട്ട് അനീഷ് ബാൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു കോ ആർട്ടിസ്റ്റിനെയും കൂട്ടി മനോരമയിലേക്ക്. മനോരമ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് വളരെ ഇങ്ങനെ ഇപ്പോൾ പോക്കറ്റ് റോഡിലേക്ക് ഇങ്ങനെ വളരെ യു ടേൺ എടുക്കണം. ഒരു ആരാധകൻ വന്ന് ചേട്ടനായിട്ട് ഫോട്ടോ എടുത്തതാണ്, പക്ഷേ ഞങ്ങൾക്ക് അത് നിർത്തുന്നില്ല. ഒരു യു ടേൺ എടുക്കണം, അതിങ്ങനെ ഭയങ്കര ഒറ്റയടിക്ക് ഇങ്ങനെ വളച്ചെടുക്കണം. അപ്പോൾ വളച്ചെടുക്കണമെങ്കിൽ ഒന്ന് ബാക്കൊക്കെ എടുക്കണം. അപ്പോൾ വലിയ വണ്ടിയാണല്ലോ, വലിയ വണ്ടി അധികം ഓടിച്ചൊരു തഴക്കം വന്നിട്ടുണ്ടായിരുന്നില്ല ചേട്ടന്. ചേട്ടന് തഴക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അനീഷ് ബാലും ചേട്ടന് മാത്രം. അനീഷിനാണെങ്കിൽ ഡ്രൈവിംഗ് കൊണ്ട് അറിയാനും പാടില്ല. എന്നിട്ട് അവിടെ വളയ്ക്കാൻ നോക്കി പറ്റില്ല. പുറകിലൊരു ലോറി വന്ന് ചവിട്ടുകയും ചെയ്തു. ലോറിക്കാരനാണെങ്കിൽ കീ എന്ന് പറഞ്ഞടിച്ചോണ്ടിരിക്കുന്നത് നല്ല വലിയ ജംഗ്ഷൻ, അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജംഗ്ഷൻ. എന്നിട്ട് ലാസ്റ്റ് വണ്ടി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഇതിങ്ങനെ അങ്ങ് നിൽക്കുക, ഇങ്ങോട്ട് വളഞ്ഞു പോകണം, അങ്ങനെ ഇതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചേട്ടന് കൈയും കാലും വിറച്ചിട്ട് ചേട്ടൻ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വണ്ടി നമുക്ക് ഇവിടെ ഇട്ട് തന്നെ കച്ചവടമാക്കിയല്ലോ എന്ന്. പറക്കുംതളികയിൽ ബ്ലോക്ക് ആയതുപോലെ ആലപ്പുഴ വരെ ബ്ലോക്കായിപ്പോയി, തിരിച്ച് എടപ്പള്ളി വരെ. എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല. പിന്നെ അവിടെ ഇട്ട് വിൽക്കുക മാത്രമേ രക്ഷയുള്ളൂ. അത് അനീഷിന്റെ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്, നീ ഇത് വിറ്റിട്ട് വീട്ടിൽ കാശും കൊണ്ട് വന്നാൽ മതി എന്ന് അനീഷിനോട് പറഞ്ഞു എന്ന്. ഇതിലേതാണ് സത്യം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇറങ്ങാൻ നേരമായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തള്ളിപ്പുറത്തിറക്കി വിടും. അതെ, ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇംഗ്ലീഷിൽ പറയും, ലാസ്റ്റ് മലയാളത്തിൽ പറയും. മലയാളി പെൺകുട്ടികളെ കൊള്ളാണ്. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് ഇറങ്ങാം അല്ലേ, വാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ഇറങ്ങട്ടെ? Okay, bye-bye. See you around. Okay, thank you so much. Bye. It was really കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. അതെ, ഫ്ലൈ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ മാം, ബൈ. Thank you. See you. Thank you. കോക്പിറ്റ്. അങ്ങനെ ദാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ബിൻചേട്ടാ, നമുക്ക് അങ്ങോട്ട് ലാൻഡ് ചെയ്യാം അല്ലേ? ഞങ്ങൾ ഒരു വഴിക്ക് ചെന്നപ്പോൾ ആ വഴിക്ക് പോകണ്ട, ഈ വഴിക്ക് വന്നാൽ മതി, സ്പെഷ്യൽ ബസ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പയ്യെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണേ. ബസ്സിൽ കയറി, ഞങ്ങൾക്ക് സ്പെഷ്യൽ ബസ് വന്നു. കൂടെയുള്ളത് ക്യാബിൻ ക്രൂ ആണ്. ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ട് കാരണം നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നേരെ ഭുവനേശ്വർ പോകുന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഓണാക്കിയിട്ട് അവിടെ വേറെ ബോർഡിങ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലാഗ് അടിച്ചല്ലോ. അതിന് വേണ്ടിയുള്ള പണിഷ്മെൻ്റ് ആണോ നമുക്ക് തന്ന ക്രെഡിറ്റ് ആണോ എന്നൊന്നും അറിയാൻ പാടില്ല അല്ലേ വിൻചേട്ടാ? കാരണം ഞങ്ങൾ എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുകയായിരുന്നു. ഇറങ്ങി പോട്ടേന്ന് കരുതി. അതേടാ വാതിലടഞ്ഞിട്ടോ. അപ്പൊ ഇനി സ്വസ്ഥമായിട്ട് പറയാം. അപ്പൊ നമുക്ക് പറഞ്ഞവര് വന്ന പണിഷ്മെന്റ് ആണെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോ ഇവര് പോണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമോ അതോ നമ്മളങ്ങോട്ട്
അല്ല അവരാണെന്നുണ്ടെങ്കിലും പോണ വഴിക്ക് തന്നെ നമുക്ക് പോകണ്ട, അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവത്തില്ല. അത് കുഴപ്പമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് VIP ട്രീറ്റ്മെന്റ് എന്ന് ഇപ്പം പറയാം, അവിടെ ചെന്ന് ഇറങ്ങും പറയാം നടപടി ഉണ്ടോ എന്നുള്ളത്. സ്പോൺസർമാരും കൊണ്ടുപോകുന്നല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക് അറൈവലിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ, അല്ലേ ഏട്ടാ? അയ്യോ, ഇനി ബെൽറ്റ് നമ്പർ 3 നമ്മുടെ ലഗേജ് വരുന്നത്. അതുകൊണ്ട് വല്ലവരും പോയിട്ടുണ്ടോ എന്നറിയാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് താമസിച്ചാ. വിശക്കുന്നില്ല ഏട്ടാ? ഉണ്ടോ. എനിക്ക് മറ്റേ ചായയുടെ വില ഓർത്തിട്ട് വിശപ്പില്ല. അവിടെ വന്നപ്പോ രണ്ട് ചായക്ക് അല്ലല്ല വിശക്കുന്നുണ്ട്. ഇവിടുന്ന് വിശക്കത്തില്ല, പുറത്തിറങ്ങിയ വിശക്കും. ചിലപ്പോ വിശക്കും. ബൈ. നമ്മുടെ ക്യാബിൻ ക്രൂ പിള്ളേരെല്ലാവരും നമുക്ക് വലിയ ബൈയൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഉണ്ടായിരുന്നത്. അവർ ഞങ്ങളെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു. ഒരാളെ മറിച്ചിട്ടേനെ, അവൻ ഒരാളെ മറിച്ചിട്ടേനെ. എന്റെ പൊന്നടാവേന്ന് പറയില്ല ഞാൻ എപ്പോഴും. അതെ, ചേട്ടന്റെ ഒരു മാർക്കാണത് അല്ലേ? അപ്പൊ നമ്മുടെ മറുനാടൻ മലയാളി ജസീല, അന്യ സംസ്ഥാന തൊഴിലാളി, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയണ പോലെ എപ്പോഴും പുള്ളിക്കാരത്തി പറയും എന്റെ പൊന്നിടാവേ. പുള്ളിക്കാരത്തിക്ക് അത് കിട്ടില്ല, എൻ പൊൻകിടാവേന്ന്. എൻ പൊൻകിടാവേന്ന്. അതുപോലെ അന്ന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി അന്ന, അവള് 2 മാസത്തിന് ശേഷം വന്നേ. ബിനിച്ചേട്ടാ അന്ന 2 മാസവുമായിട്ട് വന്നിരിക്കുന്നു. അന്ന 2 മാസമായിട്ട് നമുക്ക് മലയാളത്തിന്റെ ഈ ഗ്രാമർ അത്ര കറക്റ്റല്ല. ബിനിച്ചേട്ടാ അന്നത് 2 മാസമാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ പൊൻകിടാവേ നേരെ നോക്കിപ്പോ വീഴും. റിവേഴ്സ് നടന്നു വല്ലയിടത്തും വീഴും. നമുക്ക് അങ്ങോട്ട് പോവാം. പ്ലക്കാർഡൊക്കെ പിടിച്ച് പുറത്ത് ആള് നിൽക്കുവാണ്, സൈമയുടെ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അല്ലേ? കൗണ്ടർ കിങ് ബിനുവാടിമാലിയെ കാത്ത് പുറത്ത് ആള് പ്ലക്കാർഡും പിടിച്ച് നിൽക്കുന്നു. ഡ്രൈവേഴ്സ് അമ്മടാ, എന്ത് വണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവുക? അതാണ് നമുക്കൊരു ആകാംക്ഷ അല്ലേ? 3 ലൂണയായിരിക്കും. എന്തായിരുന്നു 3 ലൂണ? ഇവിടത്തെ ഇതനുസരിച്ച് ലൂണ. എനിക്ക് ലൂണ ഓടിക്കാൻ അറിയില്ല ഏട്ടാ. ചേട്ടൻ ഓടിക്കും, ഞാൻ പുറകിലിരിക്കാം അഡ്ജസ്റ്റ് ചെയ്ത്. പാലും കൊണ്ട് കാലത്ത് പോയത് റിട്ടേൺ വന്നിട്ട് അതിന്റെ പുറകിൽ ബാക്കി കിടക്കണ 4 പെട്ടി കൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവോ? അതെ, നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഐറ്റം കളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രോഗ്രാമിന് അല്ലേ? അതെ, എന്റെ പെട്ടി. എന്റെ പെട്ടി കിട്ടി. ഈശ്വര, ആരോ കൈ കാണിച്ചപ്പോൾ ഞങ്ങളും കൈ കാണിച്ചായിരുന്നു. പക്ഷെ ടാക്സിക്കാരായിരുന്നു ഞങ്ങളെ കൈ കാണിച്ചത്. ഞങ്ങളെ കൂട്ടാൻ വന്ന ആൾക്കാർ ഞങ്ങൾ വൈകിയതുകൊണ്ട് ഞങ്ങൾ ഇട്ടേച്ച് പോയി എന്ന് തോന്നുന്നു. ടാക്സി വിളിച്ച് പോവേണ്ടി വരുമോ? നോ 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 ഗാഡിയെ ഭയ്യ. ഞാൻ ഹിന്ദി പറഞ്ഞിട്ടില്ല ഏട്ടൻ. മറ്റേ ക്യാബ് വേണമെന്ന് വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഗാഡി ഹേ ഭയ്യ, വണ്ടി ഉണ്ട് ഭയ്യ എന്ന് ഞാൻ കലക്കി ചേട്ടാ. ഹിന്ദിയൊക്കെ പറഞ്ഞേ. ഇവിടെ നമുക്ക് ഹിന്ദിയും കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഹൈദരാബാദ് എന്ത് ഭാഷയാ ശരിക്കും പറഞ്ഞാ? ഹൈദരാബാദ് ആണോ? ആണോ? ആയിരിക്കാം. മലയാളം പറയുന്നു, ഹൈദരാബാദി പറയും. പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റപ്പ് കൊടുത്തതാട്ടോ. ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല. മതിനെ ആ ചെറിയ സ്പാൻഡിലേക്ക്. അപ്പൊ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അതെ, നമുക്ക് പകരം നമ്മളെക്കാളും നല്ല ലുക്കുള്ള ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്ന് എനിക്ക് ഞാൻ പറയാൻ വരുമായിരുന്നു. ആ ഫ്ലൈറ്റിൽ നല്ല ലുക്കുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. അവരെ വല്ലവരൊക്കെ കയറ്റിക്കൊണ്ട് പോയോന്ന് അറിയാൻ പാടില്ല. നമ്മളെ കണ്ടപ്പോൾ ചിലപ്പോൾ കണ്ണി പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഈ ആർട്ടിസ്റ്റുകൾ മലയാളി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയൊക്കെ ആണോ? നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. വണ്ടി കാണുന്നില്ല, പ്ലക്കാർഡും കാണുന്നില്ല. പക്ഷേ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. പ്ലക്കാർഡ്, മറ്റേ എന്ത് വണ്ടി. അതെ, ഇതിപ്പോ ലൂണ തന്നെ രക്ഷ. ലൂണ വരുമെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ പ്ലക്കാർഡൊന്നും ഇല്ലെങ്കിലും പക്ഷെ സൈമയുടെ ഒരു പറ്റം ക്രൂ ഒന്ന് ഞങ്ങളെ സ്വീകരിക്കാനൊക്കെ വന്ന് വണ്ടിയൊക്കെ വന്ന് ഞങ്ങളിത് വണ്ടിയിലേക്ക് കയറി
നമ്മുടെ ഹോട്ടലിലേക്ക് പോകാൻ പോവാം. ഹോട്ടലിലേക്ക് പോകുന്നു. സൈമ അവാർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുന്ന അവാർഡ്സാണ്. സൂര്യ ടി വിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ റിഹേഴ്സലുണ്ട്. കുഞ്ഞുറക്കം ഉറങ്ങണം. എന്നിട്ട് റിഹേഴ്സൽ ഇന്ന് വൈകിട്ട് തന്നെ പ്രോഗ്രാം തട്ടേ കയറണം. അപ്പോൾ തട്ടേ കയറുമ്പോൾ തട്ടുമുട്ടില്ലാതെ കയറാൻ പറ്റട്ടെ. അതെ, തട്ടേ കയറി ഞങ്ങളുടെ എല്ലാവരും മട്ട് മാറുമല്ലോ. ആ മട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഉറങ്ങണം ചേട്ടാ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുവാണ് കേട്ടോ. ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഒരു 45 മിനിറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ഗംഭീര ഹോട്ടലിൽ, ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു ഹോട്ടലിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേരാണ് ദ വെസ്റ്റിൻ ഹൈദരാബാദ് മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞ് കുറേ വലിയ വലിയ കെട്ടിടങ്ങളുടെ നടുക്കാണ് ഈ ഒരു ഹോട്ടലിരിക്കുന്നത്. എൻ്റെ ദൈവം, ഇത്രയും വലിയൊരു ഹോട്ടലിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഭീകരമാണ്. ഗംഭീര ഹോട്ടലല്ലേ? ഇപ്പം നോക്കിയാൽ എത്ര നില, ഇത് എത്രയ്ക്കോ നിലയുണ്ട്. ഇത്രയും വലിയ ഹോട്ടലൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ ഫോൺ ചെയ്ത് നാട്ടുകാരോടൊക്കെ പറയുവാണോ? ആഹാ, ഇത് നോക്കി എന്ത് രസാ. ഇതിൽ കയറാമോന്നൊന്നും അറിയാൻ പാടില്ല. ആരെങ്കിലും പുറത്തിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ്. ബാഹുബലി നിൽക്കുന്ന ഒരു ഫീലില്ല. നീ കട്ടപ്പനയാണ്. ഞാൻ അതിനകത്ത് ദേവസേന ആവുന്നില്ല ഏട്ടാ. എനിക്ക് മറ്റേ ഇത് തമന്നയാവാൻ ഇഷ്ടം. മറ്റേ ഡാൻസ് കളിച്ച് ഞാൻ രണ്ടും കണക്കാ. ഞാൻ ഏത് വെച്ചാലും കറക്റ്റാണ്. ഞാൻ പെട്ടിക്കകത്ത് ആവശ്യമുള്ള സ്വർണം വെച്ചിട്ടുണ്ട്. അതെ അതെ, ആമാടപ്പെട്ടി അല്ലേ? ആമാടപ്പെട്ടിയിൽ ആവശ്യത്തിന് ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. ഞാൻ വിശന്നിരിക്കും. ഇതിങ്ങനെ ഉണ്ടായാലേ തന്നെ ഞാനിത് ഈ കാഡ്ബറീസാന്ന് പറഞ്ഞാൽ തിന്നാൻ തന്നെ. കാഡ്ബറീസിലല്ലേ ചോക്ലേറ്റാന്ന് പറഞ്ഞ് ഈ ചോക്ലേറ്റ് ചതുരത്തിൽ ഒടിച്ചിട്ട് തരൂല. അതുപോലെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓങ്ങി. അതെ, ഏതൊക്കെയോ സ്റ്റാർസും ഒക്കെ ഇതിക്കടെയൊക്കെ പോകുന്നുണ്ട്. മാസ്ക് വെച്ചേക്കുന്നത് കൊണ്ട് ആരെയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒതുങ്ങി ഒരിടത്തിരിക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു ജെയ്സൺ അല്ലേ, ജെയ്സനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വിജയിയുടെ കൂട്ടിരിക്കേണ്ട ആൾ പോയി. ഇനി നമ്മൾ നേരിട്ട് കാണുമ്പോൾ വിജയിയാണോ പരാജയിയാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്നാലും കണ്ടിട്ട് ഒരു സിനിമ നടനാണ് അല്ലേ? ഏതൊരു സിനിമ? റിയാസ് ഖാനാണത്. ആ, റിയാസ് ഖാൻ അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് ഫ്ലൈ ചെയ്തപ്പോൾ ചെന്നൈയിലേക്ക് പോകുമ്പോഴത്തേക്കും റിയാസ് ഖാൻ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് അറിയാവുന്നതായിട്ടാണോ എന്നറിയത്തില്ല. ഇനി പരിചയപ്പെട്ടിട്ടില്ല. ഇനി കുട്ടിപ്പട്ടാളമൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കുമായിരുന്നു. പുള്ളിക്കാരന് പിള്ളേരുടെ സ്വഭാവം വല്ലതുകൊണ്ട് എൻ്റെ കുട്ടിപ്പട്ടാളമൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ അതീവ സുന്ദരിയായിട്ടൊരു സ്ത്രീ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ, ഒരു കുട്ടി ഇരിക്കുന്നു, സ്ത്രീയല്ല, മാച്ച് കളയുന്നു, ഒരു കുട്ടി ഇരിക്കുന്നു എന്നുള്ള പേരിലാണോ എന്നറിയില്ല. എന്നെ കണ്ട് ഹലോ അപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ കാണിക്കാനേ വന്നുള്ളൂ. ഹലോ പായി എന്ന് വന്നില്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ സൈമ അവാർഡ് വന്നല്ലേ, എന്തെങ്കിലും ഒരു നാൾ സൈമ അവാർഡ് ചേട്ടൻ വാങ്ങില്ലേ? തീർച്ചയായിട്ടും മേടിക്കും. ചുളു വിലക്ക് അവർ തരുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. തരുവാണെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. എനിക്ക് വിൽക്കാനാകെ ഒരു 4.5 സെന്റ് സ്ഥലവും, എനിക്ക് വിൽക്കാനാകെ ഒരു 4.5 സെന്റ് സ്ഥലവും ഇതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ഹോട്ടലിൻ്റെ 13ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, ഞങ്ങൾക്ക് ഹൈദരാബാദി ഭാഷയൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ അജു ചേട്ടൻ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ഞങ്ങളുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് റൂംസൊക്കെ കിട്ടി, അടുത്തടുത്ത 3 റൂമുകളായിട്ട്. അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഫ്രഷ് ആവാനൊക്കെ പോവാണ്. വിശന്നിട്ട് കുടല് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നില്ല. എന്ത് പറയുന്ന ചേട്ടാ? ഞാൻ പറഞ്ഞല്ലോ വിശന്നിരിക്കണം, ഇത് എൻ്റെ മുമ്പിൽ കൊണ്ട് തരും, ഞാൻ തിന്നും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളതാണ്. ഇനി നമുക്ക് അങ്ങ് റൂമിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് റിഹേഴ്സൽ. ചാച്ചാൻ സമയം തരില്ലല്ലേ? എന്നെ കണ്ണൊക്കെ പൊളിക്കുന്നു. വാ നമുക്ക് റൂമിലേക്ക് പോവാം. നമ്മുടെ റൂമൊക്കെ ഒളിച്ചു വെച്ചേക്കാണ്. ഇത് ബെഞ്ചാൻ്റെ റൂമാണേ. ഇത് എൻ്റെ റൂമാണ്. അപ്പോൾ അതെ അങ്ങ് കയറുവാണേ. അമ്പട ഈശ്വര, ഇതിന് ഭിത്തിയില്ലേ? ഇത് അടയ്ക്കാൻ പറ്റൂലേ? അടയ്ക്കാൻ പറ്റില്ല. അയ്യോ, ഇത് ഗ്ലാസ് അല്ലില്ല, കാണാൻ പറ്റത്തില്ല. ആരുമില്ല കൂടെ, ഒറ്റയ്ക്കല്ലേ, പിന്നെ എന്നാ കുഴപ്പമില്ല. ടബിലൊക്കെ ഇന്ന് കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് ആ ഉറക്കക്ഷീണം അങ്ങ് മാറ്റാനൊരു കിടപ്പുണ്ട്. അല്ല, ടബ് വേണമെന്നില്ല, ഇവിടെ വേണമെന്നെങ്കിൽ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിടക്കാം. നല്ല കിടിലൻ റൂമൊക്കെ ആയിട്ട്. അങ്ങനെ ഫ്രിഡ്ജുണ്ട്, കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്, വെള്ളമുണ്ട്, നല്ല കിടിലൻ ബെഡുണ്ട്. ഇതിൻ്റെ പുതിയ ക്യാമറ ബാഗാണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പൊന്നുപോലെ ഞാൻ തന്നെ സൂക്ഷിച്ചു കൊണ്ടുവന്നത്. പുതിയ ക്യാമറ ബാഗ്.
നല്ലൊരു താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ ഞാൻ. ഞാൻ ഈ റൂമിൽ നിന്ന് അറമതിക്കും. പക്ഷെ ഒന്നിനും സമയമില്ല. വന്നു റിഹേഴ്സൽ ചെയ്യുക, സ്റ്റേജിൽ കയറുക, നാളെ ഉറക്കത്തിൽ നിന്നേക്കുക, നേരെ വീട്ടിൽ പോവുക. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ. എന്താണെങ്കിലും ഇവിടം വരെ എത്തി. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആളായി. ഓരോരുത്തർക്ക് റൂമായി. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാൾ കൂടി യാത്ര ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇതിലെന്താ വലിയ കാര്യം എന്ന് ചിലപ്പോൾ എല്ലാവർക്കും തോന്നുമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കഞ്ഞൂടി ആയതുകൊണ്ടാണ് കേട്ടോ. CBI വിസിറ്റിംഗ് കാർഡ് കാണിച്ചാലേ ഞാൻ ഇവരുടെ റൂം വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അല്ല, എനിക്കറിയാൻ പാടാത്തതല്ല. ഇവിടെ ഒരാൾ കിടക്കുന്നു, ഇവിടെ കുളിക്കുന്നു, അവിടെ ബാത്റൂമിൽ പോകുന്നു. എന്ത് ചെയ്യും? ഒരു മറയില്ല. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലേ? ഇല്ല, ഇതിന് സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീൻ കാണിക്കും LED wall. നിനക്ക് ഇതെവിടെ LED വാളിൽ കാണാം ഞാൻ അവിടെ കുളിക്കുമ്പോ. ചേട്ടാ, ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ചേട്ടൻ തിരിഞ്ഞ് അങ്ങോട്ട് എന്നിട്ട് നീ പോയിട്ട് വരുമ്പോ നീ തിരിഞ്ഞേക്കണം. ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട്. ഓ, നിങ്ങൾ ചങ്കും കാര്യമില്ല. എന്ത് സ്ക്രീൻ? നിങ്ങൾ ഒളിവും മറയൊക്കെ ഉണ്ടോ? ഈ മൈക്ക് വാഷ് ബേസിനിലിടാൻ മൈക്ക് അവിടെ പിടിച്ചോണ്ട് വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങള് അടിപൊളി റൂം ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിന്റെ ഇത് പറയുമ്പോ ഒരു കഥയുണ്ട്. ഹൈദരാബാദിൽ തന്നെ ഞങ്ങളൊരു ഷോയ്ക്ക് വന്നിട്ട് വിനോദ് കടാമംഗലം ഉറങ്ങിപ്പോയി, ഫ്ലൈറ്റ് മിസ്സായി. സ്വാഭാവികം. എന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് വെട്ടം കുറവാ മൊത്തം ഒരു മെഴുകുതിരി തരാമോ? ഇങ്ങോട്ടെന്ന് പറഞ്ഞ ബാക്കി കഥ. അശരീരിയാന്ന് വിചാരിക്കും മറ്റുള്ളവർ. എന്താ വെച്ചാല് ടെൻഷൻ കയറി പ്രോഗ്രാം കളിച്ച രണ്ടാമത് ടിക്കറ്റ് എടുക്കണമെങ്കിൽ പ്രോഗ്രാം കളിച്ച പൈസ അങ്ങനെ തന്നെ ചെലവായി. ഇവര് നമുക്ക് ഇത് മിസ്സായത് കൊണ്ട് ഇവർ പറഞ്ഞ ഡിമാൻഡ് നമ്മൾ സ്വീകരിക്കുക. ഇനിയെങ്കിലും ഫ്ലൈറ്റ് മിസ്സാവരുത് കേട്ടോ. വിനോദ് ഏട്ടാന്ന് പറഞ്ഞ പുള്ളിയാണല്ലോ മിസ്സാക്കിയത്. അപ്പം ഞങ്ങൾ സുമേഷ് തമ്പി ഞാനും ബെഡയിലിരിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം കുളിക്കാന്ന് പറഞ്ഞ പുള്ളി ഒരു ടർക്കി എടുത്ത് കൊടുത്തിട്ട് അകത്തേക്ക് കയറി അങ്ങ് ചലനം കണ്ടു. ഈ ജോൺ ഹോനായുടെ ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കില്ലേ മറ്റേ ഇതിനകത്ത് ഒരൊച്ച, ഇൻകറിയറിനകത്ത് ജോൺ ഹോനായ ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കാൻ്റെ ഒച്ച. ഞാനോർത്ത് ദൈവമേ എന്ത് പറ്റി, പുള്ളിന് വലിയൊരു വെടി വെച്ചിട്ടോ? എന്നെ പല ചിന്തയാ. എനിക്ക് ഓടിച്ചെല്ലാം കാണാൻ പേടി. ഇനിയിപ്പോൾ എന്തായാലും ആപത്ത് പറ്റി കിടക്കണമെന്ന് നോക്കി ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മനുഷ്യൻ ഇത്രയും തോർത്തെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക, കണ്ണു അടച്ചു പിടിച്ച്. എന്താ കാര്യത്തറിയാമോ? പുള്ളി അകത്തേക്ക് കയറി ചെന്നേ ഈ സ്ലൈഡ് ചെയ്യണ ചില്ലില്ലേ ഒറ്റ തള്ളു തള്ളിയിട്ട് ഭിത്തി ചെന്നിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോ രത്നവാരി പോലെ നിൽക്കാൻ. ഇങ്ങനെ രത്നങ്ങൾ കിടക്കാം മൊത്തുറ്റും. ചില്ല് പൊട്ടിയിട്ട് പേടിച്ചിട്ട് വിനോദ് കടാമംഗലം ഇങ്ങനെ നിൽക്കുക പേടിച്ച്. അപ്പൊ ആ ചില്ല് മാറ്റിയപ്പോ എനിക്ക് ആ ഓർമ്മ വന്നു. ഇതുകൂടാതെ വേറൊരു സംഭവമുണ്ട് വിനോദ് കടാമംഗലത്തിന്. ആ കഥ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് അന്ന് 2018 വെള്ളപ്പൊക്കം. ഞങ്ങൾ കോഴിക്കോടിന് പരിപാടിക്ക് പോവുക. കോഴിക്കോടിന് പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോടിന് പോകുമ്പം ഈ റോഡിന്റെ 2 സൈഡിലും പാൽച്ചായ പോലെ കിടക്കുക, ചെളിവെള്ളം. 2 സൈഡ് കണ്ടം നിറച്ച് ചായ. ഞങ്ങളങ്ങോട്ട് പോയപ്പോൾ ഓരോ സൈഡിലേക്കൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിനോദ് കടാമംഗലത്തിനോട്, വിനോദ് ഏട്ടാ എന്നാ വിനു എല്ലായിടത്തും വെള്ളം കയറുക, വീട്ടിലേക്കൊന്ന് വിളിക്ക്. വിനു എന്ത് വർത്താനാ പറഞ്ഞേ? എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വരാപ്പുഴ, അപ്പുറം അറബിക്കടല് വലിച്ചെടുക്കും. ഈ വെള്ളം മൊത്തം വലിച്ചെടുക്കും, എന്തായാലും വീട്ടിലേക്കൊന്ന് വിളിക്ക് എന്ന് വെച്ചപ്പോഴത്തേക്ക് അവര് മോനെ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാടാന്ന് അമ്മച്ചി. വലിച്ചെടുത്തു. ദുരിതാശ്വാസ ക്യാമ്പ് അവരെ വലിച്ചെടുത്ത്. അയ്യോ. എന്നിട്ട് ഞാൻ പറവൂർ കവല വന്നേക്കാം. പറവൂർ കവല വന്ന് നിൽക്കുമ്പം വിനോദേട്ടൻ്റെ വണ്ടി ഇന്നസെൻ്റ് ഏട്ടൻ പോണാര് ഇങ്ങനെ പോവാ.
വെള്ളം തള്ളിക്കൊണ്ട് പോവാ, മറ്റേ ചെറിയ വണ്ടിയാണല്ലോ, ഒരു സൈഡ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോവാ. അതിന്റെ പുള്ളി 3 ബാക്കിലേക്ക് എടുത്തിട്ടേ ഗ്ലാസ് ഉണ്ടല്ലോ വണ്ടിക്കകത്ത്, അത് വെച്ച് പുള്ളി 1.5 വെച്ചെടുത്ത് തെപ്പിക്കളയാ. അതുണ്ടാവുമല്ലോ എല്ലാവരുടെയും വണ്ടിയിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ. അതും ഹൈദരാബാദിൽ തന്നെ വന്നപ്പോഴാണ്. അന്ന് ഞങ്ങൾ പൽവാർദേവനെ കണ്ടു. ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പുള്ളി ഇങ്ങനെ നടന്നു പോവായിരുന്നു. അങ്ങനെ പൽവാർദേവനെ അന്ന് കണ്ടായിരുന്നു. പിന്നെ ഞാൻ മറ്റേ കാലകേയൻ്റെ കൂടെ അഭിനയിച്ചായിരുന്നല്ലോ, പരോൾ സിനിമയിൽ പുള്ളിയായിരുന്നു വില്ലൻ. അപ്പം അങ്ങനെ അവരെ കണ്ടു, പുള്ളിയോട് അഭിനയിച്ചു. അപ്പം ഇന്ന് നമ്മൾ അവരെല്ലാവരും കാണും. അതെ, ആരെയൊക്കെ കാണുമോ അറിയില്ല. അതെ, അപ്പോൾ കൂടുതൽ കഥകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം അല്ലേ? അതെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ എത്തി, ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഹൈദരാബാദ്. അത് അജിച്ചേട്ടൻ്റെ ഐഡിയ. ആദ്യമായിട്ടൊരു അവാർഡ് നൈറ്റ് കണ്ട സന്തോഷത്തിലായിരിക്കും. അവിടെ അകത്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ചാക്കോച്ചൻ, നിവിൻ പോളി, അതല്ലേ. അവിടെ പാലി വെച്ചൽ ഇവിടെ ഹ്യൂമർ സെൻസ് ഒക്കെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടില്ല കേട്ടോ. താങ്ക് യു. ഒന്നും വേണ്ട, ഒരു പാട്ട് പാടുമോ ഇനി?